Hi guys, അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കെമിസ്ട്രിയാണ്. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിൽ മാത്സിൻ്റെ ചില ടോപ്പിക് പറഞ്ഞു, അപ്പോൾ തന്നെ ഫിസിക്സുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളും പറഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിൽ ഒരുപാട് ഹൈബ്രിഡൈസേഷൻസ്, അതിൻ്റെ സ്ട്രക്ചേഴ്സ്, അങ്ങനെ ഒരുപാട് അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് മാഗ്നറ്റിക് ബിഹേവിയർ പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബോണ്ട് ഓർഡർ അതൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പം ആ ചാപ്റ്ററിൽ അത് തന്നെയാണ് കംപ്ലീറ്റ് ആയി പറയുന്നത്. അപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ വീഡിയോൻ്റെ ഈ ലെങ്ത്, അതായത് ഏതാണ്ട് ഒരു 10 മിനിറ്റിന് താഴെ വരുന്ന ഈ വീഡിയോ കൊണ്ട് തന്നെ നമുക്ക് ആ കെമിക്കൽ ബോണ്ടിങ് തന്നെ ചാപ്റ്ററിൽ വരുന്ന ഒട്ടുമിക്ക പോർഷൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നത് ചെറിയ ട്രിക്കാണ്, ചെറിയ ടെക്നിക്കാണ്. അപ്പോൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് സാധാരണ +2 പഠിച്ചതെല്ലാം നിങ്ങൾക്ക് ആ വഴികളൊക്കെല്ലാം നിങ്ങൾക്ക് വിട്ടുവെച്ച്, അതായത് മാറ്റിവെച്ച് അത് മറന്നുകൊണ്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ചെയ്ത പ്രോബ്ലംസ് എല്ലാം സിമ്പിളായിട്ട് മാറുന്നത് ഞാനിപ്പം കാണിച്ചു തരാം. അപ്പം ഇന്ന് പറയാൻ പോകുന്നത് ഒരു കോമ്പൗണ്ട് കിട്ടിയാൽ അതിൽ എങ്ങനെ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ പറയാൻ പറ്റും, ജസ്റ്റ് നോക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ ഹൈബ്രിഡൈസേഷൻ പറയാൻ പറ്റും, അതുപോലെ തന്നെ സ്ട്രക്ചർ, അതിൻ്റെ മാഗ്നറ്റിക് ബിഹേവിയർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു കോമ്പൗണ്ട്, ഡയമാഗ്നറ്റിക് കോമ്പൗണ്ട് ആയാലും അല്ലെങ്കിൽ ഒരു അയോണിക് കോമ്പൗണ്ട് ആയാലും അങ്ങനെ എന്ത് കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ക്യാരക്ടറൊക്കെ പറയാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഈ ട്രിക്കിൽ 2 ടേബിൾ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. എച്ച് വാല്യൂ, അതായത് ഞാൻ ജസ്റ്റ് ഒരു നൊട്ടേഷൻ കൊടുത്തതാണ്, ഹൈബ്രിഡൈസേഷൻ്റെ ഒരു വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എച്ച് വാല്യൂ എന്ന് കൊടുത്തത്. അതിൻ്റെ ഇക്വേഷനാണ് എഴുതിയത് v+x - c+a/2. ഈ ഇക്വേഷനിൽ എല്ലാ ടേംസും പറഞ്ഞുതരാം. v = വാലൻസി ഓഫ് സെൻട്രൽ ആറ്റം. വാലൻസി ഓഫ് സെൻട്രൽ ആറ്റം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറ്റത്തിൻ്റെ ചുറ്റുമുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം. എക്സ് എന്ന് പറഞ്ഞത് നമ്പർ ഓഫ് മോണോവാലന്റ് ആറ്റംസ് സറൗണ്ടഡ് ബൈ സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എത്ര മോണോവാലന്റ് ആറ്റങ്ങളുണ്ട് എന്നതിൻ്റെ എണ്ണമാണ് എക്സ്. സി എന്ന് പറഞ്ഞത് കാറ്റിയോണിക് ചാർജ്. ഒരു കോമ്പൗണ്ട് ചിലപ്പം ചാർജ് ഒരു ചാർജ് കാണിക്കുന്ന കോമ്പൗണ്ട് ആവാം, അല്ലെങ്കിൽ ചാർജ് ഇല്ലാത്ത കോമ്പൗണ്ട് ആവാം. പക്ഷെ ചാർജ് കാണിക്കുന്ന കോമ്പൗണ്ട് ആണെങ്കിൽ അതിൽ കാറ്റിയോണിക് ചാർജ്, അതായത് പ്ലസ് ചാർജ് ആണ് ഉള്ളതെങ്കിൽ ആ പ്ലസിന്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് ആ വാല്യൂ മാത്രം, അതാണ് സി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആനിയോണിക് ചാർജ് ആണ് എ, അതായത് SO4 2- എന്നൊക്കെ പറഞ്ഞ കോമ്പൗണ്ടിൽ 2- എന്ന് പറഞ്ഞത് ആനിയോണിക് ചാർജ് ആണല്ലോ. അപ്പൊ ആ 2 എന്ന് പറഞ്ഞ വാല്യൂ ആണ് എ എന്ന് പറഞ്ഞ വാല്യൂ. ഇത്രയും നമ്മൾ സം ചെയ്തതിനു ശേഷം /2 ചെയ്തിട്ടാണെങ്കിൽ എച്ച് വാല്യൂ കിട്ടും. ആ ഓരോന്നിന്റെയും എച്ച് വാല്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഹൈബ്രിഡൈസേഷന്റെ നമ്മളുടെ ഒരു ഹൈബ്രിഡൈസേഷൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 ആകുമ്പോൾ SP, 3 ആകുമ്പോൾ SP2, 4 ആകുമ്പോൾ SP3 ആവാം, ചിലപ്പോൾ DSP2 ആവാം. DSP2 വളരെ ചുരുക്കം സമയങ്ങളിൽ, അല്ലെങ്കിൽ ചുരുക്കം കോമ്പൗണ്ടുകളിൽ മാത്രമേ കാണാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു എക്സെപ്ഷൻ. നമ്മൾ DSP2 ജസ്റ്റ് പഠിച്ചു വെക്കാം. നമ്മൾ കൂടുതൽ പഠിക്കുന്നേക്കാൾ നല്ല കുറച്ച് പഠിക്കാനല്ലേ. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ഉള്ളത് DSP2. ഇപ്പോൾ DSP2 എക്സാമ്പിൾസ് നമ്മൾ മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എക്സാമ്പിൾസ് ഒക്കെ ജസ്റ്റ് നമ്മൾ പഠിച്ചു വെക്കാം. അത് നമുക്ക് ജസ്റ്റ് DSP2 കേസ് നമ്മൾ ജസ്റ്റ് മാറ്റി വെക്കാം. ഇപ്പം 5 ആണ് എച്ചിന്റെ വാല്യൂ വന്നെങ്കിൽ SP3, 6 വന്നാൽ SP3 D, D2, 7 വന്നാൽ SP3 D3. അങ്ങനെ ജസ്റ്റ് ഒന്നുമില്ല. 7 ഒരു S, 3 P, 3 D, മൊത്തം 7 എണ്ണയില്ലേ. അപ്പം വാല്യൂ A അങ്ങനെ ആലോചിച്ചാൽ മതി. 2 ആകുമ്പോൾ S ഉം P യും 2 എണ്ണം, 2 ഒരു S ഉം 2 P, 2 P ആകുമ്പോൾ 3 എണ്ണായി. അപ്പം 3 എച്ചിന്റെ വാല്യൂ 3 അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പം ഈ ടേബിൾ ജസ്റ്റ് നമുക്ക് ഓർമ്മ വേണം. ഒന്നുമില്ല, ഈ ഒരു പാറ്റേൺ നമുക്ക് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇനി ഈ ഇക്വേഷൻ വെച്ചാണ് കളിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഒരു കോമ്പൗണ്ട് കണ്ടെത്തുകയാണെങ്കിൽ അതിന്റെ ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ നമുക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റാൻ ഞാൻ പറയാൻ പോകുന്നത്. ജസ്റ്റ് ഒരു നമ്മൾ എക്സാമ്പിൾ ട്രൈ ചെയ്ത് നോക്കാം. XeF6, ഇവിടെ സെൻട്രൽ ആറ്റം Xe ആണ്, ക്സിനോൺ. അപ്പം അത് നോബിൾ ഗ്യാസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ വാലൻസ് ഇലക്ട്രോൺസ് 8 ആണ് നമുക്കറിയാം. അപ്പം 8, പിന്നെ മോണോവാലന്റ് ആയിട്ട് 6 ഫ്ലോറിൻ ഉണ്ട്. 8 + 6 14 ആണ്. പിന്നെ C, അതായത് കാറ്റോണിക് ചാർജ്, ആനിയോണിക് ചാർജ് ഒന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അത് രണ്ടും 0, അത് പരിഗണിക്കേണ്ട ആവശ്യമില്ല. അപ്പം 14/2, അതായത് 7 ആണ്. 7ന്റെ വാല്യൂ വന്നിട്ടാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് SP3 D3 ആണ്. അപ്പം C0F6ൻ്റെത് SP3 D3. നമുക്ക് ജസ്റ്റ് നോക്കാവുന്നേ ഉള്ളൂ. 8 + 6 14 കിട്ടി. 14ന്റെ പകുതി A ആകുമ്പോൾ SP3 D3. ഒരു കോമ്പൗണ്ടിലേക്ക് നോക്കി നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. മറ്റൊരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് നോക്കി തരാം. XeO2F2. ഈ കോമ്പൗണ്ടിൽ, അതായത് XeO2F2ൽ
മോണോവാലന്റ് ആറ്റവും ഉണ്ട്, ഡൈവാലന്റ് ആറ്റങ്ങളും ഉണ്ട്. പോരാത്തതിന് സെൻട്രൽ ആറ്റത്തിന്റെ ചുറ്റും 8 വാലൻസ് ഇലക്ട്രോൺ, കാരണം നോബിൾ ഗ്യാസ് ആണ് സിനോൺ. അപ്പം 8 + 2, ഈ O2നെ 2 കൂട്ടരുത്, മോണോവാലന്റ് ആയിട്ട് ഫ്ലോറിൻ മാത്രമേ അവിടെ ഉള്ളൂ. അതുകൊണ്ട് 8 + 2 10. ഇതിന് ചാർജുകളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ 10/2 5. ഇപ്പൊ 5 വരുന്നത് sp3d. ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ ആണ് sp3d. നിങ്ങൾക്ക് അങ്ങനെ ഏത് കോമ്പൗണ്ട് കിട്ടിയാലും ഹൈബ്രിഡൈസേഷൻ നോക്കാം. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനൊരു അയോണിക് ചാർജ് വരുന്ന ഒരു കോമ്പൗണ്ട് കൂടി ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. SO4 2- ഹൈബ്രിഡൈസേഷൻ ജസ്റ്റ് നോക്കാം. S16th ഗ്രൂപ്പ് ആയതുകൊണ്ട് ബാലൻസ് ഇലക്ട്രോൺ 6 ആണ്. ഇത് മോണോവാലന്റ് ആയിട്ടുള്ള ആറ്റംസ് ഒന്നും അതിന് ചുറ്റും സറൗണ്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ V 0 ആണ്. എക്സിന്റെ വാല്യൂ 0 ആണ്. V + 0, അതായത് 6 കാറ്റോണിക് ചാർജ് അവിടെ ഇല്ല, പോസിറ്റീവ് ചാർജ് ആണ് ഇല്ല. അതുകൊണ്ട് തന്നെ ആനോണിക് ചാർജ് ഉണ്ട് 2 ആകുമ്പോൾ 2 മോഡ് എടുക്കുക. അപ്പൊ നമുക്ക് 6 + 2 8 8/2 4. അപ്പൊ 4 ആണ് കിട്ടിയത്. 4 കിട്ടുമ്പോൾ sp3 ആണ് വരുന്നത്. അപ്പം SO4 2- ഹൈബ്രിഡൈസേഷൻ നമുക്ക് 4 ആണ് കിട്ടി, അല്ല 4 മോഡ് കിട്ടി. അപ്പം അതിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ കോമ്പൗണ്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എക്സാംസ് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഞാൻ ഇതേ ചാപ്റ്ററിലത്തെ മറ്റൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ബോണ്ട് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അപ്പം അടുത്ത ട്രിക്കിലേക്ക് പോകും. ബോണ്ട് പെയർ, ലോൺ പെയറുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ ബോണ്ട് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങളൊരു കോമ്പൗണ്ട്, അതായത് മോളിക്കുലർ ഓർബിറ്റൽ തിയറി പ്രകാരം നിങ്ങളൊരു H2, അതുപോലെ തന്നെ O2 N2 എന്ന് തുടങ്ങിയ മോളിക്യൂൾസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതിന്റെ പാറ്റേൺ പഠിച്ചിട്ടുണ്ടാവും. അതിൽ ഇലക്ട്രോണിനെ കോൺഫിഗറേഷൻ ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് ഉപയോഗിച്ച് നമുക്ക് ബോണ്ട് ഓർഡർ, അതായത് നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് /2 എന്നൊക്കെ ചെയ്ത് ബോണ്ട് ഓർഡർ കാണുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതല്ലാതെ അതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ, അതുപോലെ തന്നെ അൺസ്റ്റെബിലിറ്റി ഓഫ് കോമ്പൗണ്ട്, അതുപോലെ തന്നെ ഈ സ്റ്റേബിൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ്, അതായത് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ, അതുപോലെ തന്നെ ഈ കോമ്പൗണ്ട് എക്സിസ്റ്റൻസ് ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾ ഈ ബോണ്ട് ഓർഡർ ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേറൊരു ചെറിയ ട്രിക്കിലൂടെ കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ ട്രിക്ക് ഇതാ, നമ്മുടെ ബോണ്ട് പെയർ ഞാൻ BP എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു, ലോൺ പെയർ LP എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ജസ്റ്റ് ഞാൻ കുറച്ച് നമ്പേഴ്സ് എഴുതാൻ പോവുകയാണ്. 21 22 31 32 41 42 51. അങ്ങനെ ഞാൻ 7 നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. 7 നമ്പേഴ്സിന്റെ സീരീസ് എഴുതിയിട്ടുണ്ട്. ഒന്നുമില്ല, 21 22 31 32 41 42 51 എന്ന് ജസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തു. ഇത് നമ്പേഴ്സിന്റെ ബോണ്ട് പെയർസിന്റെ എണ്ണമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ലോൺ പെയർസിന്റെ എണ്ണമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഷേപ്പ് ഞാൻ നേരെ ഇവിടെ എഴുതി കാണിച്ചു തരാൻ പോവാണ്. 21 22 വന്നിട്ടാണെങ്കിൽ അതിന്റെ ഷേപ്പ് വരുന്നത് ബെൻഡ് ആണ്. ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ V ഷേപ്പ് ആയിരിക്കും. ഇത് രണ്ട് ഹൈബ്രിഡൈസേഷനുള്ള കോമ്പൗണ്ടുകളും നമുക്ക് കിട്ടുന്നത് ബെൻഡ് ഷേപ്പ് ആയിരിക്കും. ഇനി 31 വന്നിട്ടാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ട്രയാഗണൽ പ്ലാനാർ ആണ്. ഇനി 32, അതായത് 32 എന്ന കോമ്പിനേഷനിൽ വരുന്നത് നമുക്ക് T ഷേപ്പ് ആണ്. T ഷേപ്പിൽ വരുന്നത് T ഷേപ്പ്. ഇനി 41 42 and 51 ഇത് മൂന്നും വരുന്നത്, ആദ്യത്തേത് സീസോ ആണ് വരുന്നത്. സീസോ ഷേപ്പാണ്. 41ന്റെ സീസോ ആണ്. 42ന്റേത് സ്ക്വയർ പ്ലാനാർ. രണ്ടാമത്തേത് 51ന്റേത് സ്ക്വയർ പിരമിഡ്. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പമാണ്. അതിന് ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. സ്ക്വയർ പ്ലാനാർ, സ്ക്വയർ പിരമിഡ്. അങ്ങനെ 7 ഷേപ്പ് നമ്മൾ എഴുതിയിരിക്കുകയാണ്. ഇത് പഠിക്കാൻ സുഖമാണ്. BBTTSSS എന്നൊരു ഫോമിൽ പഠിച്ചാൽ മതി. ഇതെല്ലാം ആൽഫബറ്റിക് ഓർഡറിലാണ് പോകുന്നത്. ആദ്യത്തെ 2 എണ്ണം ബെൻഡ്, അത് ഓർത്ത് വെച്ചേക്കാം, രണ്ടും ബെൻഡ്. പിന്നെ വരുന്നത് ട്രയാഗണൽ പ്ലാനാർ ആൻഡ് T ഷേപ്പ്. ഇത് രണ്ടും T കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെ നിൽക്കട്ടെ. അതിനുശേഷം ആൽഫബറ്റിക് ഓർഡറിൽ P ആണ് S-നേക്കാൾ ആദ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, 31 ട്രയാഗണൽ പ്ലാനാർ ആണോ അതോ T ഷേപ്പ് ആണോ? അപ്പോൾ ഓർക്കുക, S ആണോ P ആണോ ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വരുന്നത്? P അല്ലേ. അപ്പം 31ന്റേത് ട്രയാഗണൽ പ്ലാനാർ P. ഇനി 32 ആണെങ്കിൽ T ഷേപ്പ് ആകുമ്പോൾ S ആണ് ആൽഫബറ്റിക് ഓർഡറിൽ Pക്ക് ശേഷം വരുന്നത്. അപ്പോൾ എന്താണ് T ഷേപ്പ് 32.
അങ്ങനെ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഇനി 3 വരുന്നത് എസ് ആണ്. ഈ എസിന്റെ കോമ്പിനേഷനിൽ ഇവിടെയും ആൽഫബറ്റിക് ഓർഡറിനാണ് നോക്കുന്നത്. അതായത് 4-1 സീസോ, അതായത് എസ് ഇ ആണ്. എസ് കഴിഞ്ഞാൽ പിന്നെ ഇ. ഇവിടെ എസ് കഴിഞ്ഞാൽ ക്യൂ ആണ്. രണ്ട് സ്ഥലത്തും സ്ക്വയർ എന്നുള്ളതിന്റെ ക്യൂ ആണ്. സ്ക്വയർ പ്ലാനാറിന്റെയും സ്ക്വയർ പിരമിഡിന്റെയും എസ് ക്യൂ ഉണ്ട്. ഇവിടെ എസ് ഇ ആണ്. അപ്പം ഇവിടെയാണ് ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വരുന്നത് സീസോ ആണ്. അപ്പം 4-1 ആദ്യം സീസോ, പിന്നെ 4-2 വരുന്നത് സ്ക്വയർ പ്ലാനാർ. ഇവിടെ സ്ക്വയറിന് രണ്ടും സെയിം സ്പെല്ലിംഗ് ആണ്. അപ്പം അടുത്ത വേർഡിലേക്ക് പോകാം. പ്ലാനാറിൽ പി എൽ ആണ് പ്ലാനാർ വരുന്നത്, പക്ഷെ ഇവിടെ പി വൈ. അപ്പൊ അതിനേക്കാൾ ഡിക്ഷണറി വേർഡ് ആയിട്ട് മുമ്പേ വരുന്നത് പ്ലാനാർ ആണ്. അപ്പം 4-2 സ്ക്വയർ പ്ലാനാർ, 5-1 സ്ക്വയർ പിരമിഡ്. ജസ്റ്റ് ഇത്രയും ഓർത്ത് വെക്കുക. ഈ ഒരു ടേബിൾ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ബോണ്ട് പെയർ, ലോൺ പെയറിന്റെ കോമ്പിനേഷൻസ് നമ്മൾ ജസ്റ്റ് ഈ പാറ്റേൺ എഴുതുക. എന്നിട്ട് നമ്മൾ ഈ പഠിച്ചു വെച്ച ഓർഡർ ജസ്റ്റ് എഴുതി വെക്കുക. എന്നിട്ട് നമുക്ക് എക്സാമ്പിൾ തരണം. ഇത് എഴുതാനില്ല, ജസ്റ്റ് ഏറിപ്പോയാൽ 10-15 സെക്കൻഡ് മതി. അത് നമ്മൾ സ്വന്തമായിട്ട് എഴുതി വെക്കുക. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കോമ്പൗണ്ട്, അതിൽ എത്ര ലോൺ പെയർ എത്ര ബോണ്ട് പെയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അതിന്റെ ബാലൻസ് ഇലക്ട്രോൺ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ മുമ്പത്തെ ട്രിക്കിൽ ഞാൻ പറഞ്ഞു തന്നു. അപ്പം ആ വാല്യൂ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് നോക്കി അതിന്റെ ഷേപ്പ് ഏതാണ് ഇതുവഴി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഹൈബ്രിഡൈസേഷന്റെ മോഡും അതുപോലെ തന്നെ ബോണ്ട് പെയർ ലോൺ പെയറിന്റെ കോമ്പിനേഷൻസും അതിന്റെ ഷേപ്പും ഡിറ്റർമൈൻ ചെയ്യാൻ മനസ്സിലായല്ലോ. ഇനി ഇതേ ചാപ്റ്ററിൽ വേറെ ട്രിക്ക് ഉണ്ട്. ഞാൻ ആ ട്രിക്കിലൂടെയും പറഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ട്രിക്കിൽ നമ്മൾ പറയാൻ പോകുന്നത്, ഒരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ലോ. നമ്മൾ സാധാരണ ഇതിനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്ന കോൺസെപ്റ്റ് വെച്ച് നമ്മൾ സാധാരണ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പാറ്റേണിൽ കോൺഫിഗർ ചെയ്തതിനു ശേഷം അതിൽ നിന്നും ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. അതിൽ നിന്നും മാഗ്നറ്റിക് ബിഹേവിയർ പറയാറുണ്ട്. അതൊക്കെ നമുക്ക് എങ്ങനെ ആ കോൺഫിഗറേഷനിൽ നമ്മൾ ഈ ഇലക്ട്രോൺസിനെ കോൺഫിഗറേഷൻ ചെയ്യാതെ തന്നെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞുതരാം. സാധാരണ നമുക്ക് തരാറുള്ളത്, അതായത് +2 സിലബസും +1+2 സിലബസ് ബേസ് ചെയ്ത് നമുക്ക് ഡയറ്റോമിക് മോളിക്യൂൾസിൻ്റെ മാത്രമേ തരാറുള്ളൂ. അതുകൊണ്ട് ഡയറ്റോമിക് മോളിക്യൂൾസിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ഓർക്ക് ചെയ്താൽ 4-8 ഇലക്ട്രോൺസ് ആണ് ആ കോമ്പൗണ്ടിൽ ഉള്ളതെങ്കിൽ, അതായത് മൊത്തമായിട്ട് ഇലക്ട്രോൺസ് ആ കോമ്പൗണ്ടിൽ ഉള്ളതെങ്കിൽ ബോണ്ട് ഓർഡർ 0 ആയിരിക്കും. പിന്നെ ഓഡ് നമ്പേഴ്സ്, അതായത് 1 to 9 വരെയുള്ള ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ 0.5 ആയിരിക്കും ബോണ്ട് ഓർഡർ. 2, 6, 10, 18 ആണെങ്കിൽ 1 ആയിരിക്കും. 11, 17 ആണെങ്കിൽ 1.5, 12, 16 അതായത് 2, 3, 13 and 15 ആണെങ്കിൽ 2.5, 14 ആണെങ്കിൽ 3. ഇതാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ ബേസിൽ നമുക്ക് ബോണ്ട് ഓർഡറിനെയാണ് അതേപോലെ ക്ലാസിഫൈ ചെയ്തത്. ഇനി ഇതൊക്കെ എങ്ങനെ നമുക്ക് ട്രിക്കിലേക്ക് അപ്ലൈ ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നമ്മൾ കോമ്പൗണ്ട് എടുക്കുകയാണ്. ഞാൻ CO, അതായത് കാർബൺ മോണോക്സൈഡ് എന്ന കോമ്പൗണ്ട് എടുത്ത്, അത് ഏത് തരം കോമ്പൗണ്ട്, ഡയാറ്റോമിക് ആണോ മോണോറ്റോമിക് ആണോ നമുക്കറിയാലോ. ഡയാറ്റോമിക് ആണ്, 2 ആറ്റോമിക് ഉണ്ട്, 2 ആറ്റംസ് ഉണ്ട്, ആണ് ഡയാറ്റോമിക് കോമ്പൗണ്ട്. മെയിൻലി നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി വെച്ച് ചെയ്യുന്നത് ഡയാറ്റോമിക് കോമ്പൗണ്ട്സിൽ നമ്മളിവിടെ കാർബണിന് 6 ഇലക്ട്രോൺസ് ആണുള്ളത്, അതുപോലെ തന്നെ ഓക്സിജന് 8 ഇലക്ട്രോൺ. രണ്ടും ആഡ് ചെയ്യുക, നമ്മൾ ജസ്റ്റ് സം ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും, 14 ഇലക്ട്രോൺസ് കിട്ടും. അപ്പൊ 14 എന്ന് പറയുമ്പോൾ ബോണ്ട് ഓർഡർ 3. ഇത്ര കിട്ടി, ഒന്നുമില്ല. നമ്മൾ സാധാരണ കാർബൺ മോണോക്സൈഡ് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് വന്നിട്ടാണെങ്കിൽ അതിനെ ബോണ്ട് ഓർഡർ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ആദ്യം ആ 1s2 സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 എന്നുള്ളൊരു കോൺഫിഗറേഷൻ അങ്ങനെ എഴുതി പോകും. എന്നിട്ട് എന്ത് ചെയ്യും? അതിൽ നമ്മൾ ഓരോന്നിനെ കോൺഫിഗറേഷൻ ഇലക്ട്രോൺസിനെ കോൺഫിഗറേഷൻ ചെയ്തതിനു ശേഷം അതിൽ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസിന് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് മൈനസ് ചെയ്തതിനു ശേഷം ഡിവൈഡ് ബൈ 2 എടുത്തൊക്കെ കിട്ടുന്ന വാല്യൂ ആണ് ബോണ്ട് ഓർഡർ. അത്ര ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നോക്കുക, നമ്മൾ കാർബണിന്റെ ഇലക്ട്രോൺ എണ്ണി ഓക്സിജൻ ഇലക്ട്രോൺ എണ്ണി രണ്ടും ആഡ് ചെയ്ത് ആ കിട്ടുന്ന വാല്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബോണ്ട് ഓർഡർ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടി. അപ്പം കാർബൺ മോണോക്സൈഡിന്റെ വാല്യൂ 14 ആയതുകൊണ്ട് 3 എന്ന് മനസ്സിലായല്ലോ. 3 ആണ് ബോണ്ട് ഓർഡർ. ഇനി അടുത്തത് N2 മോളിക്കൂൾ നമ്മൾ ജസ്റ്റ് നോക്കി നോക്കുക. N2 എന്ന മോളിക്കൂൾ അതിന്റെ ബോണ്ട് ഓർഡർ എത്ര നോക്കി നോക്കുക. N-ൽ 7 ഇലക്ട്രോൺസ് ആണുള്ളത്, അപ്പൊ N2-ൽ 14, അതുപോലെ 14-ലും അതിന്റെ ബോണ്ട് ഓർഡർ 3 തന്നെയാണ്. ജസ്റ്റ് വേറെ നമ്മൾക്ക് എക്സാമ്പിൾ നോക്കാം. CN എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട്, അതായത് CN- എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ടിൽ നമുക്ക് എത്ര അതിന്റെ ഹൈബ്രിഡൈസേഷൻ എങ്ങനെ നോക്കാം. അപ്പം CN- എന്ന് പറയുമ്പോൾ Cയിൽ 6, നൈട്രജനിൽ 7. അപ്പം രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 13 കിട്ടും. 13 പ്ലസ് 1 ഇലക്ട്രോൺ എക്സ്ട്രാ ഉണ്ട്. അപ്പം 13 + 1 എന്ന് പറയുമ്പോൾ 14 ആയി. അതിന്റെ ബോണ്ട് ഓർഡറും 3 തന്നെയാണ്. നമുക്ക് എല്ലാ ബോണ്ട് ഓർഡറും 3 തന്നെയാണല്ലേ കിട്ടുന്നത്. പക്ഷെ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. O2+ന്റെ ബോണ്ട് ഓർഡർ നമുക്ക് ജസ്റ്റ് നോക്കാം. Oയിൽ 8 ഇലക്ട്രോൺ ആണ് ഉള്ളത്, അപ്പോൾ O2-ൽ 16. അപ്പം അതിനൊന്ന് കുറവാണ്, ഒന്ന് വിട്ടു കൊടുത്തു, അപ്പോൾ പോസിറ്റീവ് ചാർജ് വന്നത്. അപ്പം 16 ഒന്ന് പകരം 15 വന്നാൽ നമുക്ക് എന്താണ് ബോണ്ട് ഓർഡർ 2.5 ആണ്.
അങ്ങനെ എന്തും നമുക്ക് ഇങ്ങനെ ഇലക്ട്രോൺസ് വരുന്നതനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബോണ്ട് ഓർഡർ നമുക്കറിയാം. പിന്നെ എന്തിനാ നമ്മൾ ജസ്റ്റ് ഈ കോൺഫിഗറേഷനിൽ എഴുതേണ്ട ആവശ്യമില്ല. അപ്പം ജസ്റ്റ് ഇങ്ങനത്തെ ട്രിക്കുകൾ അപ്ലൈ ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിൽ തന്നെ വേറൊരു സൂത്രപ്പണി ഉള്ളതിലിപ്പുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേറൊരു സൂത്രപ്പണി കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഏത് കോമ്പൗണ്ട് കിട്ടിയാൽ അതിന്റെ ബോണ്ട് ഓർഡർ പറയാൻ പഠിച്ചു. അത് മാത്രമല്ല നമുക്ക് അതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ നമുക്ക് പറയാൻ പറ്റും. ഞാനത് പറഞ്ഞുതരാം. ഈ പാരാമാഗ്നറ്റിക് ആണോ ഡയമാഗ്നറ്റിക് ആണോ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണാം. കോമ്പൗണ്ടിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ എണ്ണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. ജസ്റ്റ് ആ CN ഞാൻ എടുക്കാണ്. Cയിൽ 6, Nൽ 7 + 1. അപ്പോൾ മൊത്തത്തിൽ 14 ഇലക്ട്രോൺസ്. 40 ഇലക്ട്രോൺസ് ആകുമ്പോൾ ഏതാണ് മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുക, ഡയമാഗ്നറ്റിക് ആണോ അതോ പാരാമാഗ്നറ്റിക് ആണോ എന്ന് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞുതരാം. ആ സ്റ്റേറ്റ്മെന്റിൽ ബേസ് ചെയ്ത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഏതാണ് മാഗ്നറ്റിക് ആണോ അതോ ഡയമാഗ്നറ്റിക് ആണോ എന്നുള്ളത്. ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അതായത് മോളിക്യൂളിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈവൺ നമ്പേഴ്സ് വരുന്നത്, ഈവൺ നമ്പേഴ്സ് എക്സെപ്റ്റ് 10 and 16. 10ഉം 16ഉം അല്ലാത്ത ബാക്കി ഏത് ഈവൺ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വന്നിട്ടാണെങ്കിലും അതെല്ലാം ഡയമാഗ്നറ്റിക് ആയിരിക്കും. ഓർത്ത് വെക്കുക. അപ്പം നമ്മുടെ CN എന്താണ്? 14 ആണ്. അതൊരു ഈവൺ നമ്പർ ആണ്. പക്ഷെ 10ഉം 16ഉം അല്ലാത്ത ഇത് ഈവൺ നമ്പർ ആണ്. അതുകൊണ്ട് തന്നെ അത് ഡയമാഗ്നറ്റിക് ആണ്. CN-1 ഡയമാഗ്നറ്റിക് ആണ്. അതുപോലെ തന്നെ മറ്റൊന്ന് O2+ എന്താണ്? 15 എന്ന് പറഞ്ഞത് എന്താണ്? ഒരു ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ ഈവണും അല്ല 10ഉം 16ഉം അല്ലാത്ത ഈവൺ നമ്പേഴ്സ് ആണ് നമ്മുടെ ഡയമാഗ്നറ്റിക്. അപ്പോൾ ഡയ അല്ലാത്തതൊക്കെ എന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും. അപ്പം 15 എന്ന് പറഞ്ഞത് ഓഡ് നമ്പർ ആയതുകൊണ്ട് തന്നെ O2+ എന്ന് പറഞ്ഞത് പാരാമാഗ്നറ്റിക്. നിങ്ങൾ അത് അത്ര മാത്രം ഓർത്ത് വെക്കുക. എല്ലാ ഓഡ് നമ്പറും 10ഉം 16ഉം വരുന്നതും എല്ലാ ഓഡ് നമ്പറും 10 and 16 വരുന്നതെല്ലാം എന്താണ്? പാരാമാഗ്നറ്റിക്. എല്ലാ ഈവൺ നമ്പറും എക്സെപ്റ്റ് 10 and 16 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്നതെല്ലാം ഡയമാഗ്നറ്റിക്. ഈ സ്റ്റേറ്റ്മെന്റ് ഓർത്ത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് ബിഹേവിയർ, മോളിക്യൂളിന്റെ മാഗ്നറ്റിക് ബിഹേവിയറിനെ പറ്റി പറയാൻ പറ്റും. അപ്പം ഈ ചാപ്റ്ററിൽ മൊത്തം കൺക്ലൂഷൻ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ ചാപ്റ്ററിൽ വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം ഓക്കെ, ബൈ.